ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. പൗണ്ഡ്രകവധം. കേൾക്കടോ നൃപ, ജഗന്നായകൻ ത്രികാലവുമോർക്കുമ്പോൾ അറിയുന്ന മാധവൻ സാമ്പാദിയെ ശിക്ഷ ചെയ്തുടൻ വസിച്ചിടുന്ന മായാമയൻ സാക്ഷാലീശ്വരനേകൻ ദ്വൈതവർജിതൻ പരൻ. നാമരൂപാദിവർണഭേദങ്ങൾ ശൂന്യനായി ചിന്മയനായിരിക്കും മാധവൻ മഹാമായ. മന്നവാ തിരിച്ചറിയാവല്ലെന്നറിഞ്ഞിടാം, പോകവയെല്ലാം കഥാശേഷവും കേട്ടിടുക. ഗോകുലം ബൊക്കു നന്ദാദികളെ കണ്ടിടുവാൻ സീരിയുമകക്കാമ്പിൽ ചിന്തിച്ചു നിശ്ചയിച്ചു. പാരാതെ കൃഷ്ണാദികൾ തമ്മോടു യാത്ര ചൊല്ലി വേഗേന പുറപ്പെട്ടു ഗോകുലം പൊക്കിയിടിനാൻ. വേഗത്തിൽ നന്ദൻ മോദാൽ രാമനെ പുണർന്നിതു. രാമനുമേറ്റം സുഖമുണ്ടായതതു നേരം. കാമിനി യശോദയും രോഹിണി താനുമേറ്റം ആമോദാൽ രാമൻ തന്നെ മുകർന്നു തലോടിനാർ. രാമനും തൻ്റെ താതമാതാക്കൾ പാദാന്തികെ പ്രേമമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ വിനീതനായി. എത്രയും ആഹ്ലാദത്താൽ നന്ദാദി ജനങ്ങളും ചിത്തമോദേന കുശലങ്ങളും വിചാരിച്ചാർ. മാധവ സഹായനാം നീയും കൃഷ്ണനുമായി ബാധകൾ തീർന്നു പുത്രപൗത്രാദിവർഗത്തോടും നന്നായി വാഴുന്നിതോ എന്നിവയെല്ലാം തമ്മിൽ അന്യോന്യവൃത്താന്തങ്ങൾ പറഞ്ഞു വഴി പോലെ. പുത്രരായിടും നിങ്ങൾ ഞങ്ങളെ പാലിച്ചാലും. ഇത്തരം പല മോദവാക്യങ്ങൾ ഉര ചെയ്തു. പിന്നെ ഗോപികമാരും രാമനെ വന്നു കണ്ടു. നന്നായി സൽക്കാരവും ചെയ്തിതു വഴി പോലെ. കോമളന്മാരായിടും വയസ്യന്മാരുമേവം രാമനെ വന്നു കണ്ടു കുശലം വിചാരിച്ചാർ. ഗോപവൃദ്ധരെ കണ്ടു രാമനും വന്ദിച്ചിതു. ഗോപിമാർ രാമൻ സ്വസ്ഥനായിരിക്കുന്ന നേരം ചെന്നു ചോദിച്ചാർ. കമലേക്ഷണൻ കാന്തമാരും ഒന്നിച്ചു സദാനന്ദം പൂണ്ടുവാഴുന്നുവല്ലോ. ഇത്തരം പറഞ്ഞവർ കരയും നേരത്തിങ്കൽ ചിത്തമാശ്വസിപ്പിച്ചു രാമനും കൃഷ്ണൻ തൻ്റെ സന്ദേശവാക്യങ്ങളെ കൊണ്ടവർക്കാശ്വാസവും നന്നായി വരുത്തിക്കൊണ്ടിനിയുമുണ്ടാകിലോ എന്നു രാമനും ഓർത്തു. ഗോകുലം തന്നിൽ പിന്നെ നന്നായി 2 മാസം പാർത്തിതു ബലഭദ്രൻ. അക്കാലം വസന്തമാം കാലവുമാകയാലേ മുഖ്യമാം വൃന്ദാവനേ രാത്രിയിൽ രാമൻ താനും ഗോപികാജനത്തോടും നന്ദിച്ചു വനം പൊക്കു. ശോഭിച്ചു വനമതു ചന്ദ്രിക പരന്നേറ്റം കുന്ദമന്ദാരമാതി കുസുമശോഭയോടും മന്ദപാദവുമിവ ശോഭകൾ കണ്ടു കണ്ടു. നിത്യവും കാമരസക്രീഡകൾ ചെയ്തുകൊണ്ടു തത്ര രാമനും നാരീജനവും ഒന്നിച്ചൊരു യാമിനി കളിക്കുമ്പോൾ വാരുണി മധ്വമന്ദഗന്ധവും പാരമായി പരന്നതോർത്തു രാമൻ. ചെന്നു കണ്ടിതത്തരുകോടരെ വരുന്നതു നന്ദിച്ചു സുഗന്ധിയാം മദ്യം സേവിച്ചു രാമൻ. സുന്ദരിമാർക്കും നന്നായി കൊടുത്തു തെളിഞ്ഞിതു. ചന്ദ്രനും താരങ്ങളും കണക്കെ ഹലായുധൻ. സുന്ദരിമാരും ഒരുമിച്ചു വാണതിധൈര്യാൽ രക്തനേത്രാഭയോടും മത്തനാം രാമൻ താനും. ഉത്തമ നാരീമണിമാർ മധ്യേ വിളങ്ങിനാൻ. ദേവകൾ വിമാനവുമായി വന്നമ്പരത്തിങ്കൽ ദേവവാക്യങ്ങളാലും വാഴ്ത്തിനാർ ബലഭദ്രം. പുഷ്പവർഷവും ചെയ്തു
മൂർധനി രാമൻ തൻ്റെ പുഷ്പമാല്യങ്ങളാലും എത്രയും വർഷിച്ചിതു. മത്തവാരണ സമാനൈക കുണ്ടലത്തോടും എത്രയും ശോഭിച്ചിതു ദിവ്യമാല്യാഭരണാൽ. പാരാതെ നാരിമാരുമായി ചെന്നു യമുന തൻ തീരത്തു കളിപ്പാനായി വിളിച്ചു കാളിന്തിയെ. മത്തനാമിവനെന്നതോർത്തു ചെന്നീലവളും ചിത്തകോപേന സീരമെടുത്തു കാളിന്തിയെ. കൊളുത്തി വലിച്ചപ്പോൾ നിന്നുകൂടാഞ്ഞവളും കാളുന്നോരുള്ളത്തോടും ചെന്നിതു രാമാന്തികെ. വീണുടൻ നമസ്കരിച്ചിടിനാൾ കാളിന്തിയും. ത്രാണനം ചെയ്ക രാമ രാമ ഹേ മഹാബാഹോ. ധീമാനാം രാമ മമ സകലമപരാധം. ക്ഷമിക്ക ദയാനിധേ വിശ്വാത്മാവായ ഭവാൻ. വിശ്വധാരിണേ പാഹി നമസ്തേ നമോസ്തുതേ. വിശ്വകാരണായാനന്ദായ തേ നമോ നമഃ. ഇത്തരം വണങ്ങിയിടും കാളിന്തി തന്നെ രാമൻ ചിത്തകാരുണ്യാലഭയം കൊടുത്തനന്തരം. കാളിന്തി ജലം തന്നിലിറങ്ങി ജലക്രീഡ നാളീക നേത്രമാരുമായി ചെയ്തിതു രാമൻ. തീരത്തു കരേറിയ നേരത്തു യമുനയും ചാരുവാം നീലവസ്ത്രം നീലരത്നത്താൽ മാല്യം ആഭരണാദി നൽകി അവയും വാങ്ങി ധരിച്ചൻപോടു ജംഭാരിതൻ കുംഭീന്ദ്രസമൻ രാമൻ. കമ്പമെന്നിയേ നാരീ ജനവുമൊരുമിച്ചു ഭാവസമ്മോദാലേറ്റം ശോഭിത വിഗ്രഹനായി പോന്നു ഗോകുലം പൂക്കുവാണിതു നൃപോത്തമ. ഇന്നുമുണ്ടടോ രാമൻ നാരീഭിർ യമുനയിൽ. കളിച്ച സ്ഥലത്തിങ്കൽ വാഴുന്നു യമുനയും. ഹലിതൻ വീര്യമതു ശോഭിച്ചു കൊൾവാനിഹ. രാമനും താതമാതൃ ഗോപികാ ഗോപന്മാരെ ആമയമെന്നെ മോദിപ്പിച്ചു ഗോകുലേ 2 മാസവും. വസിക്കുന്ന കാലത്തു ദ്വാരകയിൽ വസിക്കും കൃഷ്ണാന്തികെ. കാരൂശനൃപനായ പൗണ്ഡ്രക വാസുദേവൻ ദൂതനെ അയച്ചിതു പുണ്ടരീകാക്ഷനോടു വൃത്താന്തമറിയിപ്പാൻ. പാരാതെ ദൂതൻ ചെന്നു കൃഷ്ണൻ തൻ സഭയിങ്കൽ. ധീരതയോടു കൃഷ്ണൻ തന്നോടു പൗണ്ഡ്രകന്റെ സന്ദേശവാക്യമെല്ലാം ഇത്തരം ചൊല്ലിയിടിനാൻ. മന്നവ ദീനജനപാലനാം വാസുദേവൻ. ഞാനിന്നതാകുന്നിതു നീ എന്നു വാസുദേവൻ. ഞാനെന്നു മിഥ്യാനാമം കൈക്കൊണ്ടു ശംഖചക്രമാദിയാം ചിഹ്നങ്ങളും ധരിച്ചു വാണിയിടുന്നതാകവേ ത്യജിച്ചെൻ്റെ പാദപങ്കജേ വീണു ശരണം ചെയ്തു കൊള്ളുകതല്ലായ്ക്കിൽ വഴി പോലെ. ധീരനായി രണം ചെയ്തു കൊള്ളേണമല്ലെങ്കിലോ സത്വരം യമപുരത്താക്കുവൻ വൈകിടാതെ. സത്വരമിവ ചെന്നു ചൊൽകന്നു ഭൂപാലനും. ഇത്തരം പറഞ്ഞയച്ചിടിനാനന്നു ദൂതൻ. ഉത്തമനായ കൃഷ്ണസഭയിൽ പറഞ്ഞപ്പോൾ ഉച്ചത്തിൽ ചിരിച്ചിതങ്ങുഗ്രസേനാദികളും. അച്യുതൻ താനും പറഞ്ഞിടിനാനിവ രണ്ടിൽ. ഏതൊന്നാകിലും ഒന്നു ചെയ്തു കൊള്ളുവൻ ഞാനും. ഇത്തരം നൃപനോടു പറകെന്നരുൾ ചെയ്തു. ദൂതനും നടകൊണ്ടു കൃഷ്ണനും രഥമേറി ആതങ്കമെന്യേ സേനാസംഘവും പുറപ്പെട്ടു ചെന്നിതു. കാരൂശാധിഭൂപാലൻ പൗണ്ഡ്രകന്റെ സന്നിധിയിങ്കൽ കൃഷ്ണൻ. അന്നേരം പൗണ്ഡ്രകനും തന്നുട ബന്ധുവായ കാശീശ നൃപനുമായി മന്ദമെന്നിയേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. സേനകൾ തമ്മിലേറ്റു പൗണ്ഡ്രക നൃപൻ തൻ്റെ സേനകൾ നശിച്ചതു കണ്ടു മന്നവൻ താനും. തേരതിലേറി വന്ന നേരത്തു മാധവനും വീരനാം പൗണ്ഡ്രകന്റെ രൂപവും കണ്ടിടിനാൻ. 4 ബാഹുക്കളോടും കൗസ്തുഭവനമാല പാലനത്തിനു ശംഖശാർംഗചക്രാദ്യായുധം. പീതവാസസും മീനകുണ്ടലം പൊൻകിരീടം ചേതസാ വിഷ്ണുരൂപം കണ്ടു മോദേന കൃഷ്ണൻ. മന്നവൻ തന്നോടിത്തം പറഞ്ഞു ഗംഭീരമായി. നിന്നുട പദശ്ചിഹ്നമൊക്കവേ ധരിച്ചു ഞാനായവ നിനക്കെല്ലാം വെച്ചു കൈവണങ്ങുന്നു. ന്യായമായവ കാൺകെന്നരുളീ സുദർശനം കൊണ്ടവനുടെ
കണ്ഠം മുറിച്ചാനെന്നേ വേണ്ടു. ഉണ്ടായിതവർ തമ്മിൽ യുദ്ധവുമേറ്റമേറ്റം. വിഷ്ണുവിൻ സ്വരൂപത്തെ ധരിച്ചു ധ്യാനിക്കയാൽ വിഷ്ണുപാദവും ചേർന്നു പൗണ്ഡ്രകനറിഞ്ഞാലും. കാശീശൻ തൻ്റെ കണ്ഠം മാധവൻ ബാണത്തിനാൽ ഛേദിച്ചു കാശീപുരി നഗരാന്തികത്തിങ്കൽ. ശിരസ്സു കൊണ്ട വീഴ്ത്തി കേശവൻ വേഗത്തോടെ ദ്വാരകാപുരിപുക്കു സുഖിച്ചു വസിച്ചിതു. സൈന്യങ്ങൾ കോലാഹലാൽ വന്നിതു ദ്വാരകയിൽ. ചെന്നു കാശീശൻ പുരേ വീണൊരു ശിരസ്സിനെ. ചെന്നു കണ്ടവർ പത്നിമാരും പുത്രരുമെല്ലാം തന്നുട പതിതാത ശിരസ്സെന്നുറച്ചിതു. കുണ്ടലമതു കണ്ടിട്ടറിഞ്ഞു ദുഃഖത്താലേ നന്നായി വിലപിച്ചു പിന്നെ തൻ പുത്രനായ മന്നവൻ സുദക്ഷിണൻ. താത സംസ്കാരമെല്ലാം ചെയ്തിതു പിന്നെ വീണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്തു. ചേതസി ദുഃഖത്തോടും താതനെ കൊന്ന മൂലം ശത്രുവെ ജയിപ്പാനായി വീരനാം സുദക്ഷിണൻ മുഖ്യമാം വാരാണസിപുരിയിൽ ക്ഷേത്രവാസിയായി. ശങ്കരൻ തന്നെ പെരികെ ഘോരമായി തപസ്സു ചെയ്യും കാലം. ഭക്തവത്സലൻ ശംഭു വരദൻ സുദക്ഷിണ ഭക്തി കണ്ടേറ്റമുള്ളിൽ പെരികെ മോദാലപ്പോൾ പ്രത്യക്ഷനായി വന്നു ഭക്തനാം നൃപനോടായി അരുളിച്ചെയ്തിടിനാൻ. ചിത്തത്തിൽ വേണ്ടും വരം വരിക്കെന്നതു നേരം മന്നവൻ സുദക്ഷിണൻ വന്ദിച്ചു പറഞ്ഞിതു. എന്നുട താതൻ തന്നെ കൊന്ന ദുഷ്ടനെ കൊൽവാൻ തന്നീട വേണം വരമെന്നതു കേട്ടു ഹരൻ. ഇന്നിനിയും വൈകാതെ നിൻ ഗൃഹത്തിൽ ചെന്നു ആരണന്മാരുമായിട്ടാഭിചാരാർത്ഥേഷ്ടമായി. ഇന്നിനിയും വൈകാതെ നിൻ ഗൃഹത്തിൽ ചെന്നു ആരണന്മാരുമായിട്ടാഭിചാരാർത്ഥേഷ്ടമായി. പാരാതെ ദക്ഷിണാഗ്നൗ രാത്രിയിൽ വേണ്ടും കാര്യം ചിന്തിച്ചു ഹോമിച്ചിടിൽ. ഘോരയാം കൃത്യയുണ്ടാം അന്തരമില്ല നിന്റെ താത ശത്രുവേ കൃത്യ സംഹരിച്ചിടുമെന്നു അരുളിച്ചെയ്തു. പിന്നെ സംഹാരമൂർത്തി താനും മറഞ്ഞോരനന്തരം വേഗേന സുദക്ഷിണൻ ഹോമവുമാരംഭിച്ചു. ആഗമജ്ഞന്മാരായോ ഋത്വാദികളോടും വേഗേന സുദക്ഷിണൻ ഹോമവുമാരംഭിച്ചു. ആഗമജ്ഞന്മാരായോ ഋത്വികാദികളോടും തന്നുടെ ഹൃദി വേണ്ടും അഭിലാഷവും പ്രാർത്ഥിച്ചുന്നത ഭക്തിയോടും സ്തുതിച്ചു വാഴും വിധോ. അഗ്നികുണ്ഡലത്തിൽ നിന്നു പൊങ്ങീതങ്ങൊരു കൃത്യ. അഗ്നിയേക്കാളുമേറ്റം ജ്വലിച്ച തേജസ്സൊടും ഘോരമാം ദംഷ്ട്രകളും ചെമ്പിച്ച കേശത്തൊടും പാരമായി ജ്വലിക്കുന്ന നേത്രങ്ങൾ മൂന്നുമായി ദിക്കുകളെല്ലാം ഏറ്റമെരിയും പ്രഭയോടും ഉൾക്കോപമോടും ഒരു ശൂലവും കൈക്കൊണ്ടിട്ടു പൊങ്ങിക്കൊണ്ടതു നേരമേവരും പ്രാണഭീത്യ അങ്ങുമിങ്ങുമായോടി ഒളിച്ചാരെന്നേ വേണ്ടു. കൃത്യയുമത്യുഗ്രയായി ദ്വാരക പുക്കിതപ്പോൾ എത്രയും ഭയപ്പെട്ടു ദ്വാരകാവാസികളും. ലോകങ്ങൾ ദഹിപ്പിച്ചു കാലാഗ്നി വരുന്നിതു വേഗുന്നിതതു വരും വഴിയുമെന്നുമേവം ചൊല്ലിക്കൊണ്ടോടി പരിഭ്രമിച്ചു ജനങ്ങളും. വല്ലാതെ ഭ്രമിച്ചേറ്റം ദ്വാരകാവാസി ജനം. ഭീതരായി ഘോരമായ കൃത്യതാനെന്നാർ ചിലർ ചേതസി ഭീത്യാമണ്ടി മാധവം ഗ്രഹിപ്പിച്ചാർ. സർവദുഃഖത്തിനുമൊരമൃതാം ഭഗവാനും ദേവനം ചെയ്തിടുന്നു തന്നുടെ ഭാര്യയുമായി. ദ്വാരകാപുരം ദഹിച്ചിടുന്നിതെന്ന ഘോഷം ഭാരമായി കേട്ടു വേദവിഗ്രഹൻ സർവാത്മകൻ. എന്തതിന്മൂലമെന്നു ചിന്തിച്ചിട്ടറിഞ്ഞിതു അന്തർഭാഗവും ബഹിർഭാഗവും പൂർണ്ണമായി. സന്തതം വിളങ്ങുന്ന സാക്ഷിയാം മായാവിഭു ചിത്തത്തിലറിഞ്ഞിട്ടങ്ങവയെ തടുപ്പാനായി ഉത്തമ പുമാൻ തൻ്റെ പാർശ്വസ്ഥമായിരിക്കും ചക്രത്തെ പറഞ്ഞയച്ചിടിനാൻ. സുദർശനം വിക്രമത്തോടും കോടി കോടി മാർത്താണ്ഡദീപ്ത്യ
കാലാഗ്നിപ്രഭയോടും ജ്വലിച്ചു ദിക്കുകളും. ചാലവെ ജ്വലിപ്പിച്ചു ദുഷ്ടഹന്താവായിക്കൊണ്ടു എരിഞ്ഞു വരുന്നതു കണ്ടൊരു കൃത്യതാനും വിരഞ്ഞു മണ്ടി വാരാണസിയും പുക്കുവേകാൽ. കൂടവേ വാരാണസി പുക്കിതു സുദർശനം പാടവമോടെ സുദക്ഷിണനെ കൃത്യയോടും. ദഹിച്ചു ഹോതാക്കളെ ശങ്കരക്ഷേത്രമന്യേ ദഹിച്ചു വാരാണസി രാജ്യവും ഗോപുരങ്ങൾ. ദഹിച്ചു ഗൃഹങ്ങളും സേനകൾ സർവത്തെയും. ഹർമ്മ്യങ്ങൾ അങ്ങാടികൾ അന്യമായി കണ്ടതെല്ലാം ചിന്മയ സുദർശനം ദഹിപ്പിച്ചെന്നേ വേണ്ടു. എല്ലാമേ ദഹിച്ചിട്ടു ശോഭയാ സുദർശനം വല്ലഭമോടു പോന്നു മാധവാന്തികം പുക്കു. മന്നവ കാശീശന്റെ രാജ്യത്തെ സമസ്തവും എന്നതിലുള്ള തൃണാദ്യങ്ങളായി സകലവും ജന്തുക്കളെയും ദഹിപ്പിച്ചിട്ടു സുദർശനം പിന്തിരിഞ്ഞിങ്ങു പോന്നിട്ട ഭൂമി തന്നിൽ നിന്നു 100 യോജന മേൽപോട്ടങ്ങനെ കീഴ്പോട്ടേക്കും. മാറിയില ചൂടു കാശീപുരമതോരായിരം വത്സരമെന്നു ചൊൽവതെത്രയും അത്യദ്ഭുതം. ചിത്സ്വരൂപനാം കൃഷ്ണൻ മായയ്ക്കെന്തരുതാത്തോ. നിത്യാത്മാവായ കൃഷ്ണൻ തന്നുട പരാക്രമം എത്രയും അത്യദ്ഭുതമിക്കഥ ദിനം തോറും ചൊൽകയും കേൾപ്പിക്കയും കേൾക്കയും ചെയ്യുന്നോർക്കു പോകയും ചെയ്യും സർവപാപവും ദുഃഖങ്ങളും. മംഗലനായ മുനി ശ്രീശുകനിവയെല്ലാം മംഗലനായുള്ള അഭിമന്യുജാനൃപനോടു കേൾപ്പിച്ച് തൊട്ടൊട്ടു ഞാനിങ്ങനെ ചൊല്ലിയിടിനേൻ. കേൾപ്പിപ്പാനിനി നാളെയാമെന്നാൾ കിളിപ്പെണ്ണും. വരികരികിലിരിശുകമേ വരദനഖിലാത്മകൻ വാരിജാക്ഷൻ കഥ ചൊല്ലുമേലേടവും. ജഗദമലകരമമിത ജന്മസാഫല്യതം ജാതമോദം മടിയാതെ കേൾപ്പിക്ക നീ. അതു പൊഴുതു കിളിമകളും അറിവതിനു ചൊല്ലിനാൾ. അത്യാദരേണ മധുരിപുതൻ കഥ നരകരിപു നളിനദളനേത്രൻ ദയാപരൻ നാരായണൻ കൃപാമൂർത്തിയാം കൃഷ്ണനും. ബലമിയലു മരിവരരി അതികുമതി പൗണ്ഡ്രക ബന്ധു കാശീശസുതന്മാരെയും കൊന്നു. ബലമിയലു മരിവരരിലതികുമതി പൗണ്ഡ്രക ബന്ധു കാശീശ സുതന്മാരെയും കൊന്നു. മണിക നഗര ചിതമതിശോഭിതമാകിയ മന്ദിരമാം ദ്വാരകാപുരി തന്നിലും. പരമസുഖമതിരമണി യുവതികളോടൊന്നിച്ചു പരമാനന്ദേന വാണിതു മോദമായി. ഇതി കഥകൾ മുദിതമൊടു മുനിവരനുമാതരാൽ മർത്യരിലിന്ദ്രനാകും പരീക്ഷിത്തിനോടരുളിയതു പൊഴുതിലതി കുതുകമോടു മന്നവൻ. ഹരിചരണ പങ്കജം ചിത്തേയുറപ്പിച്ചു മുനിവരപദാംബുജം കൂപ്പി വിനീതനായി. മാന്ദ്യഹീനം വഴി പോലെ പറഞ്ഞിതു മുസലധരനുട കഥകൾ സകലമരുളേണമേ മാമുനീന്ദ്ര എന്നു ചോദിച്ചു മന്നവൻ. മുനിവരനുമതു പൊഴുതു മോദേന ചൊല്ലിനാൻ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.